ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ ആണ്. ഇന്നത്തെ ഒരു വലിയ ചൂര കിട്ടിയപ്പം വിചാരിച്ചു അത് ആദ്യം വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, കുറച്ചിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് ടൈമാണ് എൻ്റെ അച്ചാർ. അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് ഒരു കൊച്ചു കൊച്ചു പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേറെ ഒന്നും ഇട്ടില്ല. പിന്നെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അത് കുറച്ച് നേരം അവിടെ അങ്ങനെ വെച്ചിട്ട് പിന്നെ എണ്ണ ചൂടായതിനകത്തോട്ടിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഒരുപാട് വട്ടം അച്ചാറൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരും എന്നൊക്കെ വിചാരിക്കും. ബട്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മീൻ വറുത്ത് കോരുന്നതിനകത്തൊരു കുറച്ച് കറിവേപ്പില ഇടുമ്പോഴത്തേന് ആ മീൻ നല്ല നല്ല മണം കിട്ടും. വെട്ടം കുറവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ അപ്പം സമയത്ത് ചാർജ് കുറവായിരുന്നു. അപ്പോൾ ഫ്ലാഷും വർക്ക് ആവണില്ല. അടുക്കളയിൽ ഇത്തിരി വെട്ടം കുറവാണ്, അതുകൊണ്ടാണ് ഇത്തിരി വെട്ടം കുറവ് കേട്ടോ. അങ്ങനെ അതൊക്കെ വറുത്ത് കുഴിച്ചിട്ട് അതിനകത്തോട്ട് ആ എണ്ണയിലോട്ട് തന്നെ കടുവിട്ട് കറിവേപ്പിലേക്ക് ഇത് സത്യം പറഞ്ഞാൽ മോനായിരുന്നു പിടിച്ചത് കേട്ടോ. കടുവ് കിട്ടിയപ്പോൾ പെട്ടോന്ന് ശബ്ദം കേട്ടപ്പോഴത്തേനും അവൻ പേടിച്ചു പോയി. അങ്ങനെ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് അപ്പം ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ തട്ടിയിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിനകത്തോട്ട് കായപ്പൊടിയും കൂടി ഇട്ടു. പക്ഷെ ലാസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. പിന്നെ കായപ്പൊടിയൊക്കെ ഇട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ കൊച്ചച്ചാർ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ. ഓക്കേ.